ഈ വീട്ടിൽ ആ സ്ത്രീയുടെ ദയ ഉണ്ടായിരുന്നതെല്ലാം ഞങ്ങൾ തന്നെ തീട്ടി കത്തിച്ചു. എന്നാലും അറിയാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയെടുത്ത് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേ. ഇതൊക്കെ എത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാ. അന്ന് എന്തെങ്കിലും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അറിയാതെ പോവോ? അറിയാതെ പോകും. നിങ്ങളൊന്ന് നോക്കണം. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ കയറി നോക്കാം. നിങ്ങൾ സഹകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾ പറഞ്ഞ ഫയലുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇല്ലാന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ ഫയൽ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴേ തന്നനെ. എന്താ അവിടെ പ്രശ്നം? ഏയ് ഒന്നുമില്ല. പോലീസിന് ഒന്ന് രണ്ട് വിവരങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. ആ ശരി ശരി ശരി, ഞങ്ങളെന്നാ പിന്നെ വരാം. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫയൽ കണ്ണിപ്പെട്ടാ അതൊന്ന് എടുത്തു വെച്ചേക്കണേ. ശരി, വാ. വാ തൽക്കാലം പോ. ഞാൻ വിളിക്കാമേ. എന്ത് പോലീസൊക്കെ വന്നിട്ട് പോയത്? അല്ല, കുട്ടിനെ അവരെ അറിയോ? ഇല്ല, ആ വേഷം കണ്ട് ചോദിച്ചതാ. കാക്കി പാന്റും ഷൂ കെട്ടിക്കുന്നു, പിന്നെ ഒരുത്തൻ താടിയും വെച്ചിരിക്കുന്നു. ആ ആർക്കറിയാം. എന്തിനാട്ടാ വന്നത്? അത് ജയശ്രീയെ കുറിച്ച് ചോദിച്ചു വന്നതാ. ജയശ്രീയെ കുറിച്ചോ? എന്താ ചോദിച്ചവന്മാര്? പറയാം. അവര് പോലീസല്ലെന്ന് കുട്ടേട്ടൻ ഉറപ്പാണോ? അതെ മോളെ, അവർ ഈ കോൾഡ് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരെന്നാ പറഞ്ഞത്. ഉടനെ തന്നെ ഞാൻ ജോർജ് സാറിനെ വിളിച്ചു. അപ്പോൾ കോൾഡ് കേസ് നോക്കുന്നത് ക്രൈം ബ്രാഞ്ച് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജയശ്രീ ചേച്ചിയുടെ കേസ് ഫോളോ ചെയ്യുന്നത് നമ്മൾ മാത്രമാണെന്നും പറഞ്ഞു. പിന്നെ ആ വന്നവരുടെ രൂപം വെച്ച് ഞാനൊന്ന് തിരക്കി. അങ്ങനെ രണ്ടുപേര് ഡിപ്പാർട്ട്മെന്റിലുള്ളതായിട്ട് അറിയാൻ സാധിച്ചില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മയെ അന്വേഷിച്ച് അങ്ങനെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്തെങ്കിലും വലിയൊരു കാരണം ഉണ്ടാവും. അവരന്വേഷിക്കുന്ന ഫയലിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവും. അതും ആ മേനോന്റെ പണി തന്നെ ആയിരിക്കും, അല്ലാതെ ആരാവാനാ? അറിയില്ല. എന്തായാലും ഏതോ ഒരു ഫയല് അമ്മ എവിടെയോ ഭദ്രമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. കുട്ടേട്ടൻ വീട്ടിലെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കട്ടെ. ശരി മോളെ. ഓക്കെ കുട്ടേട്ടൻ.